വിടവാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര തീയതി നിശ്ചയിക്കാൻ കർദിനാൾമാരുടെ നിർണായക യോഗം ഇന്ന് വത്തിക്കാനിൽ നടക്കും. നാളെ പൊതുദർശനത്തിനായി ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ ആയിരങ്ങൾ പങ്കെടുക്കും. പി ജെയിംസ് ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു. അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ കൂടി അങ്ങോട്ടും ചേരും. ആദ്യം പി ജെയിംസിലേക്ക്. ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ജെയിംസ്, ഒരുപക്ഷെ ഈ മാർപ്പാപ്പയുടെ വിയോഗം സാധാരണ ജനങ്ങളെ വളരെ ദുഃഖഭരിതരാക്കിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം അത്ര കൂടുതൽ സാധാരണ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തീർച്ചയായിട്ടും SKN, ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ വത്തിക്കാനിലെ സ്ക്വയറിലേക്ക്, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാർപ്പാപ്പയോട് വലിയ സ്നേഹമുള്ളൊരു വലിയ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, ആരാധകരും അതുപോലെ വിശ്വാസികളുമായിട്ട് മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ തന്നെ. നമ്മൾ ഇന്നലെ കൊടുത്തതിൽ ഇസ്ലാം മതത്തിൻ്റെയും ഹൈന്ദവ മതത്തിൻ്റെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ തന്നെ അത് പറഞ്ഞു. മറ്റു മാർപ്പാപ്പന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മറ്റ് സർവ്വ മതങ്ങളെയും സർവ്വ പ്രത്യയശാസ്ത്രങ്ങളെയും ആശ്ലേഷിച്ച ഒരു മാർപ്പാപ്പയാണ് കടന്നുപോയത്. ഒരുപക്ഷെ ആ വ്യക്തി കടന്നുപോയാലും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ മുന്നിൽ നിൽക്കും. ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു ആശയത്തിൻ്റെ ആൾരൂപമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം കണ്ടത്. മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ ഈ ആദർശങ്ങൾക്ക് കത്തോലിക്ക സഭ കൊടുക്കുന്ന ഒരു അർത്ഥം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവും. കാരണം 9 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞാൽ SKN അവിടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് നടക്കും സിസ്റ്റൈൻ ചാപ്പലിൽ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും മാർപ്പാപ്പയുടെ സംസ്കാരം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കാൻ കർദിനാൾമാരുടെ യോഗം ഇന്ന് ചേരുകയാണ്. പല ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ വെള്ളിയാഴ്ചയായിരിക്കാം അല്ലെങ്കിൽ ഞായറാഴ്ചയായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വെള്ളി ഞായർ ദിവസങ്ങളൊക്കെ പ്രത്യേകം ആചരിക്കപ്പെടുന്ന ദിവസങ്ങളാണ്. വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്തായാലും അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ 1, 2, 3 ദിവസത്തെ പൊതുദർശനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ സംസ്കാരത്തിൻ്റെ ഇത് വരാം. ചിലപ്പോൾ അത് നീണ്ടു നിൽക്കാം. വിദേശത്ത് നിന്ന് പ്രമുഖരൊക്കെ വരുന്ന സെക്യൂരിറ്റി ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ വ്യത്യാസം വന്നേക്കാം. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നുണ്ട് അടക്കം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘം പോകുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ, ഏതാണ്ട് 100 150 രാഷ്ട്രത്തലവന്മാർ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് ചിലപ്പോൾ പോയെന്ന് വരില്ല. അവരുടെയും കൂടി സൗകര്യം കണക്കിലെടുത്തായിരിക്കും ഡേറ്റ് തീരുമാനിക്കുക. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് നടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN, ഇതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പ്രൊസീജിയറും 9 ദിവസത്തെ ഇതിന് ശേഷം ചെയ്യുമ്പോൾ ഈ കർദിനാളന്മാരെ മുഴുവൻ സിസ്റ്റൈൻ ചപ്പലിൽ കയറ്റിയാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാതെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. യാതൊരു വക കോണ്ടാക്റ്റും ഔട്ട്സൈഡ് വേൾഡായിട്ട് പാടില്ല. മൊബൈൽ പോലും സംസാരിക്കാൻ അനുവദിക്കില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു 1ാം വട്ടം 2ാം വട്ടം 3ാം വട്ടം ഇങ്ങനെയൊക്കെ വോട്ടെടുപ്പ് വേണ്ടി വന്നേക്കാം. മാർപ്പാപ്പ ആയിട്ട് 138 കർദിനാളന്മാരിൽ നിന്ന് ഒരാളായിരിക്കും മാർപ്പാപ്പ. ആ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് ആദ്യ റൗണ്ടിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത പുക വരും. ഇത് കഴിഞ്ഞ് പലതവണ റൗണ്ടുകൾ വന്നൊരു വെളുത്ത പുക വരുമ്പോഴായിരിക്കും മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യമാവുക. 3ൽ 2 കൂടുതൽ വോട്ട് ലഭിച്ച ആളായിരിക്കും മാർപ്പാപ്പയായിട്ട് വരുന്നത്. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന്, ഉറപ്പായിട്ടും യൂറോപ്പിൽ നിന്നായിരിക്കും ഏറ്റവും സാധ്യതയുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുന്ന ഒരു കറുത്ത വംശജനായ ഒരാൾ ഇതുവരെ പോപ്പായിട്ടില്ല. ഒരു കറുത്ത പോപ്പ് എന്ന് വരും. അല്ലെങ്കിൽ ഒരു ഏഷ്യൻ വംശജനായ ഫിലിപ്പീൻസിലെ പോപ്പിനെ, കർദിനാളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങളും ഇതിനിടയിൽ പരക്കുന്നുണ്ട്. SKN.